വികട രാജ്യത്തെ രാജാവായിരുന്നു രാജാ വികടേന്ദ്രസിംഹൻ. നമ്മുടെ വികട സിംഹരാജന് ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ നാട് ഭരിക്കണമെന്നറിയില്ല. അദ്ദേഹത്തിന് നല്ല ഭംഗിയുള്ള ഒരു സിംഹാസനമുണ്ടായിരുന്നു. ഒരു ദിവസം രാജാവിന്റെ സിംഹാസനത്തിൽ ഒരു മാൻകുട്ടി കയറി കളിച്ചു. അത്രയ്ക്ക് ഉറപ്പില്ലാത്ത സിംഹാസനത്തിന്റെ കൈപ്പിടി പൊളിഞ്ഞു താഴെ വീണു. ഇത് കണ്ട സിംഹരാജന് ഭയങ്കരമായ ദേഷ്യം വന്നു. മന്ത്രി പ്രഭോ, മനോഹരമായ ഈ സിംഹാസനം നശിപ്പിച്ച മാൻകുട്ടിയെ കയ്യും കാലും കെട്ടി നമ്മുടെ മുന്നിൽ ഹാജരാക്കൂ. അതിനെ ഇനി ഈ നാട്ടിൽ കണ്ടുകൂടാ. ഉടൻ നാട് കടത്തണം. അടിയനോട് പൊറുക്കണം. ഈ സിംഹാസനം പൊളിഞ്ഞു വീഴാൻ കാരണം ഞാനല്ല, ആ മേസ്തിരി പുലിയച്ചന്റെ പണിയുടെ കുഴപ്പാ. ചിന്തിച്ചപ്പോ ശരിയാണല്ലോ എന്ന് രാജാവിനും തോന്നി. രാജാവ് ഉടൻ തന്നെ ആജ്ഞാപിച്ചു. മന്ത്രി, ഉടൻ തന്നെ നമ്മുടെ സിംഹാസനം പണി കഴിപ്പിച്ച മേസ്തിരി പുലിയച്ചനെ നമ്മുടെ മുന്നിൽ ഹാജരാക്കുക. അവനാണ് പിഴവ് വരുത്തിയതെങ്കിൽ അവനെ എത്രയും വേഗം നാട് കടത്തണം. വേഗം വേഗം തന്നെ ഭടന്മാരെല്ലാവരും ചേർന്ന് മേസ്തിരി പുലിയച്ചനെ കണ്ടുപിടിച്ച് ബന്ധിച്ച് രാജാവിന്റെ മുൻപിലെത്തി. നിന്റെ ശ്രദ്ധയില്ലാത്ത പണി കൊണ്ടല്ലേ നമ്മുടെ സിംഹാസനം ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. നിന്നെ നാം നാട് കടത്തും. അയ്യോ അയ്യോ അയ്യോ, അടിയനല്ല. അടിയന്റെ കുഴപ്പം കൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത്. അത് പിന്നെ ആ പൊണ്ണം കരടിച്ചേട്ടൻ മണ്ണ് കുഴച്ചപ്പോ നന്നായി കുഴച്ചില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അങ്ങനെ പുലിയച്ചനും അതിൽ നിന്നും തലയൂരി. വികടസിംഹനാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്തു. ഒന്നും ആലോചിക്കാതെ അദ്ദേഹം ആജ്ഞാപിച്ചു. ഇത്രയും കാര്യബോധമില്ലാതെ മണ്ണ് കുഴച്ച ആ പൊണ്ണൻ കരടിയെ പിടിച്ചു കെട്ടി നമ്മുടെ മുന്നിൽ കൊണ്ടുവരൂ. നമുക്കവനെ നാട് കടത്തണം. പെട്ടെന്ന് രാജാവിന്റെ ഭടന്മാർ സിംഹാസനം ഉണ്ടാക്കാൻ മണ്ണു കുഴച്ച പൊണ്ണൻ കരടിയെ അന്വേഷിച്ച് കണ്ടെത്തി പിടിച്ചു കൊണ്ടുവന്നു. ഇവനാണല്ലേ നമ്മുടെ സിംഹാസനം പണിയാൻ മണ്ണ് കുഴച്ച പൊണ്ണൻ കരടി. നീ കാരണമല്ലേ നമ്മുടെ സിംഹാസനം നശിച്ചത്. നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ. ഇവനെ ഇവിടെ കണ്ടുപോവരുത്. ഉടൻ നാട് കടത്ത്. ഇത് കേട്ടതും പൊണ്ണൻ കരടി പേടിച്ചു വീർത്തു. മറ്റുള്ളവരെ പോലെ തടിയൂരാൻ നോക്കി. അവൻ പറഞ്ഞു, പ്രഭോ, അവിടെ നല്ല തെറ്റ് ചെയ്തത്. മണ്ണ് കുഴയ്ക്കാൻ വെള്ളം ഒഴിച്ചെന്ന കുഞ്ഞൻ കുരങ്ങനില്ലേ, അവൻ ഒഴിച്ചെന്ന വെള്ളം കൂടിപ്പോയിട്ടാ പ്രശ്നമായത്. ഓഹോ, അപ്പോ ഈ കുഞ്ഞൻ കുരങ്ങനാ കുറ്റക്കാരനല്ലേ? രാജാവ് അവനെയും അദ്ദേഹത്തിന്റെ മുന്നിലെത്തിക്കാൻ ആജ്ഞാപിച്ചു. എല്ലാവരും കൂടി കുഞ്ഞൻ കുരങ്ങനെയും പൊക്കി. അപ്പൊ നീയാണ് തെറ്റുകാരൻ. മണ്ണിൽ വെള്ളം കൂടിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മുടെ സിംഹാസനം തകരില്ലായിരുന്നു. ഇവനെ ഉടൻ തന്നെ നാട് കടത്ത്. കുഞ്ഞൻ കുരങ്ങൻ പേടിച്ചു പോയി. അവന് പെട്ടെന്നൊരു ഉപായം തോന്നി. കുഞ്ഞൻ പറഞ്ഞു, പ്രഭു, അടിയനല്ലേ ഈ തെറ്റ് ചെയ്തത്. എന്നോട് ദയവുണ്ടാവണം. ഇവിടെ സിംഹാസനം ഉണ്ടാക്കാൻ പറഞ്ഞ അങ്ങാണ് തെറ്റ് ചെയ്തത്. ഇത് കേട്ടതും രാജാവ് മറ്റൊന്നും ആലോചിക്കാതെ പറഞ്ഞുപോയി. അതെ, അതാണ് ശരി. ഇവിടെ സിംഹാസനം ഉണ്ടാക്കാൻ പറഞ്ഞ നാമാണ് തെറ്റുകാരൻ. നമ്മയാണ് നാട് കടത്തേണ്ടത്. ഇത് കേട്ടു നിന്ന പ്രജകളും ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രാവാക്യം വിളി കേട്ടതും തന്നെ കൊണ്ട് ഈ നാട് ഭരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇളിഭ്യനായി രാജാവ് നാടുവിട്ടു. ചിന്തിച്ചും അഭിപ്രായങ്ങൾ ചോദിച്ചും സിംഹാസനം ഉണ്ടാക്കാൻ വേണ്ട മാർഗം അദ്ദേഹം കണ്ടെത്തിയാൽ മതിയായിരുന്നു. കഥ കേട്ടില്ലേ?